ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ കവിയൂർ പോകുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കണ്ടൻറ്റ് ഡേ ഇൻ മൈ ലൈഫ്. കണ്ടൻറ്റ് ഇല്ല എന്ന് പറഞ്ഞില്ലേ നടന്നുള്ളൂ. നമ്മൾ 2 ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് അനാർക്കലി ടൈപ്പാണ്, സ്റ്റോൺ വർക്കൊക്കെ ഉള്ളത്. 2 അല്ലാത്തുള്ളത് എനിക്ക് ബർത്ത്ഡേക്ക് എൻ്റെ അമ്മ എടുത്തു തന്നത്. ഇത് എനിക്ക് എൻ്റെ അമ്മ എടുത്തു തന്നതാണ്. ബ്ലൂ കളറുണ്ട്, പിങ്ക് കളറുണ്ട്. ഇതൊന്ന്. രണ്ടാമത്തേത് വന്നിട്ട് ഈ ഒരു ടൈപ്പ്, താഴത്തെ ഭാഗം ഈ ഡിസൈൻ വരും. അപ്പം ഇതിലേത് എടുക്കണമെന്നാണ് കൺഫ്യൂഷൻ. ഇത് തന്നെ എടുക്കാം അല്ലേ? ഇത് കുറേ നാളായി ഇട്ടിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ പോകാൻ റെഡിയായി. ഇനിയിപ്പം നേരെ കവിയൂർ പോകണം. കവിയൂർ പോയി മഹാദേവനെ ഒന്ന് തൊഴണം. തൊഴുതിട്ട് കാര്യങ്ങളെല്ലാം പറയണം. റീച്ചിന് വേണ്ടിയിട്ടല്ലേ, അല്ലാതെ വേറൊന്നിനുമല്ലോ. ഈ ഗുരുവായൂരപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ശിവനെന്ന് പറയുന്ന വ്യക്തി. ദേവാതിദേവൻ മഹാദേവൻ എന്നാണ് പറയാറ്. കൃഷ്ണൻ പോലും പൂജിച്ചിരുന്നത് മഹാദേവനെ. ഇവിടെ കൺവെൻഷൻ്റെ ഈ ഷീറ്റൊക്കെ ഇടുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളാണ്. മഹാദേവനെ കാണാൻ പോകുമ്പോൾ എരിക്കിൻ്റെ പൂ വേണ്ടേ, ശംഖുപുഷ്പം വേണ്ടേ, അതിന് വാഴയെല്ലാം നോക്കി വന്നതാണ്. ഇവിടെ അതാണ്ട് ഇവിടെ ഉണ്ട്. ഇതായാലും മതി നമുക്ക്. അപ്പം ഇത് ഞാൻ എടുക്കട്ടെ. 2 ഇടത്തേക്കുള്ള ഇല, 2 വാഴയില എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ കവിയൂരപ്പന്. അപ്പം പൂക്കൾ പറിക്കട്ടെ ബാക്കി. ഇനിയിപ്പം വൈകിട്ടൊന്ന് വരണം. ഇവിടെ വന്ന് ഭഗവാനെ കണ്ട് തൊഴുത് കഴിഞ്ഞപ്പോൾ ആശ്വാസം, ഇങ്ങനെ വിഷവിത്തുകൾ പറഞ്ഞതിൻ്റെ ആശ്വാസം എല്ലാം മാറിക്കിട്ടി. ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. ഇനി പെയിൻറ്റിങ്സ് തീർക്കുക, എൻ്റെ സാറിനെ ഏൽപ്പിക്കുക. തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം. എൻ്റെ അച്ഛൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നു ഇന്ന്, ശരിക്കും പറഞ്ഞാൽ. ഇന്നപ്പോൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, അത് സഹിച്ച് കിട്ടി. പിന്നെ സാറിന് കൊടുക്കാനുള്ള പെർമിഷൻ കിട്ടുമെന്ന് സ്വപ്നത്തെ വിചാരിച്ചതല്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചപ്പോൾ അതെനിക്ക് പറ്റി. അർച്ചന നടത്തിയത് അതും എനിക്ക് സാധിച്ചു കിട്ടി. എന്താ പറയുക, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ സാധിച്ചു തരുന്നുണ്ട്. നാളത്തേക്കുള്ള ഗണപതി ഹോമത്തിനും എല്ലാം കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അഹങ്കാരം കാണിച്ചാൽ ഭഗവാൻ കൂട്ടി നിൽക്കത്തില്ല. കളങ്കമില്ലാത്ത സ്നേഹമാണെങ്കിൽ മാത്രമേ ഭഗവാൻ കൂടെ നിൽക്കത്തുള്ളൂ. അത് പറയണ്ടല്ലോ. ഭഗവാനെ ഏറ്റവും അടുത്തറിയാവുന്നവർക്ക് അറിയാം. ഈ ശ്രീകൃഷ്ണൻ്റെ അടുത്തും അത് തന്നെ. ദുഷ്ട മനസ്സോടെ അവർ നശിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ചെന്നാൽ കൂട്ട് നിൽക്കത്തില്ല. ഇനി പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് കൊണ്ടുപോയിട്ട് ഫ്രെയിമിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം, ഏത് ഡിസൈൻ വേണമെന്നുള്ളത് നോക്കണം. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ പെയിൻറ്റിങ്സ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഒരാൾ ഇംഗ്ലീഷ് പറയുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഇംഗ്ലീഷ് കയറി പറഞ്ഞ് ഈയിടെ മുതൽ കുറച്ച് മാസങ്ങളായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന വേറെ പലരും ഉണ്ട്. അതങ്ങ് നിർത്തിയായിരുന്നു. നിന്ന നിപ്പിൽ നിങ്ങളിങ്ങനെ കാലി മാറി പറയണം എന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ ആയിരിക്കും കാരണം. നന്ദിയുടെയും ശിവൻ്റെയും ഉള്ള ഫോട്ടോ, അത് ഞാൻ കാശ് കൊടുത്ത് പഠിച്ചത് തന്നെ. പ്രൊഫഷണൽ ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പഠിച്ചത്. അതിപ്പോൾ എനിക്ക് വെളിപ്പെടുത്താൻ സൗകര്യമില്ല.
ഞാൻ ആലിലക്കണ്ണനെ ഫസ്റ്റ് വരച്ച് വിറ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങളെന്താ പറഞ്ഞത്? നിങ്ങൾ അരി കഴിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങളെല്ലാവരും അരി കഴിക്കുന്നതാണ്, നീ ഞങ്ങൾക്ക് സപ്പോർട്ടെന്ന് പറഞ്ഞിട്ട് നീ നിൻ്റെ കാര്യം നോക്കുന്നു എന്നും പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ചതല്ലേ. ഓരോരുത്തരുടെ കഴിവാണ് അത്, വിൽക്കുന്നതും വിൽക്കാതിരിക്കുന്നതും ഒക്കെ. അതിൽ അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യവും ഇല്ല. ഇത്ര അസൂയയും കുശുമ്പും ഉണ്ട ആളാണ് നിങ്ങളെന്നുള്ളത് എനിക്കിപ്പം മനസ്സിലായി. ഒന്നും കൂടെ അത് മനസ്സിലാക്കി തന്നു നിങ്ങൾ തന്നെ. പിന്നെ ഞാൻ കൊള്ളരുതാത്തവളാണെന്നുണ്ടെങ്കിൽ എനിക്കെന്തിനാ പിന്നെ നിങ്ങൾ അഡ്രസ്സ് തന്നത് ബ്രഷ് അങ്ങോട്ട് അയച്ചു തരാൻ വേണ്ടിയിട്ട്? ഞാനത് ക്യാൻസൽ ചെയ്തിട്ടൊന്നുമില്ല, തന്നെ എങ്ങനെയോ ക്യാൻസലായിപ്പോയി. അതിന് നിങ്ങൾ എന്തൊക്കെയാണ് എന്നെ വിളിച്ചത്? പറഞ്ഞതൊന്നും ഓർമ്മയില്ലല്ലേ? ഒന്ന് കൊടുത്താൽ മതി, എല്ലാം ഓർത്തെടുക്കാൻ പറ്റും. ഓഫീസിലൊന്ന് കൊടുത്താൽ മതി. നമ്പർ വെച്ച് ഏതൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടില്ല, ഡിസപ്പിയറിങ് ആഫ്റ്റർ 24 hours. അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് കുറേ അയച്ചല്ലോ, അവൾ എങ്ങനത്തവളാണ്, അവൾ ഇങ്ങനത്തവളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചായിരുന്നല്ലോ. അന്നൊന്നും തള്ളി പറയാത്ത നിങ്ങൾ ഇപ്പം എന്തിനാ ഈ തള്ളി പറഞ്ഞത്? ഞാൻ ആ വരച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ അസൂയല്ലേ? അതൊക്കെ നിങ്ങളങ്ങ് സഹിച്ചോ. വെറുതെ ചുമ്മാ ഇരുന്ന് ഞാൻ വരച്ചതല്ല, പഠിച്ചിട്ട് വരച്ചതാണ്. പെയിൻറ്റ്സ് മാത്രം യൂസ് ചെയ്ത് എങ്ങനെ വരയ്ക്കാമോ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്തത് എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡും. പിന്നെ ഇതിപ്പം ചെയ്യുന്നത് എൻ്റെ സൗകര്യം, എൻ്റെ ഇഷ്ടം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല കേട്ടോ. എന്നെ എന്തായാലും പേര് പറയാതല്ലേ നിങ്ങൾ പറഞ്ഞത്, അപ്പം ഞാനും പേര് പറയുന്നില്ല. അവിടെ അങ്ങനെ ഇരിക്കട്ടെ. ഈ പെയിൻറ്റിങ്സ് എന്തെങ്കിലും ഓർഡർ വന്നു കൊടുക്കുന്നു എടുക്കുന്നു എന്ന് കാണുമ്പോൾ മാത്രമേ അങ്ങോട്ട് പൊട്ടലും ചീറ്റലും വരുന്നുള്ളല്ലോ. അതെന്താ? അല്ലാത്ത സമയത്ത് ഈ പൊട്ടലും ചീറ്റലും ഒന്നുമല്ല, മോളെ എന്നും പറഞ്ഞുകൊണ്ടാണല്ലോ വരുന്നത്. ഞാനല്ലേ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലാതെ നിങ്ങളാണോ എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? നിങ്ങളെ വേണമെങ്കിൽ ഇതിനകത്ത് യൂട്യൂബിൽ അൺഹൈഡ് ചെയ്ത് കാണും, എനിക്കതൊന്നുമില്ല. നിങ്ങളെന്നെ ഹൈഡ് ചെയ്താലും ഹൈഡ് ചെയ്തില്ലെങ്കിലും എനിക്കൊരു കുന്തവും ഇല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ സമയം കളഞ്ഞ് പോയി സംസാരിച്ചത്. ആ നന്ദി എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്കില്ല എന്നുള്ളത് മനസ്സിലായി. ചുമ്മാ അല്ല അവൾ ഓരോന്നും പറയുന്നത്. ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്ന വീഡിയോ. അപ്പം പെയിൻറ്റിങ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും ഓർക്കുമ്പോഴല്ലേ നമുക്ക് ഓരോന്നും പറയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ചാടി കയറി നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഓർത്തു അപ്പോൾ പറഞ്ഞു, കാരണം അത്രയ്ക്ക് ചങ്കിൽ കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് പറയുന്നത്. പിന്നെ എനിക്ക് റീച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമില്ല. ഞാൻ സ്വയം ഒന്ന് ശ്രമിച്ചാൽ മതി, എനിക്ക് നല്ല രീതിക്ക് കിട്ടും റീച്ചിന് വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങളോട് സംസാരിച്ചു തുടങ്ങിയതും നമ്പർ എടുത്ത് ഞാൻ നിങ്ങളെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തതും. നന്ദി കെട്ട ഇതാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് അവളാണേലും അരുണാണേലും അവിടെ ഇരുന്നുകൊണ്ട് ഓരോന്നും പറയുന്നത്. അതെന്തു ആയിക്കോട്ടെ, അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. അവളും ഞാനും ഇപ്പോൾ ഏറ്റുമുട്ടി നിങ്ങളുടെ പേര് പറഞ്ഞ് ശരി സമ്മതിച്ചു. പിന്നെ നിങ്ങളെന്തിനാ വന്ന് കമൻറ്റ് പറയുന്നത്? അല്ലെങ്കിൽ പറയുന്നത് അവളെ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു എന്നെ ഇത്രയൊക്കെ അധിക്ഷേപിച്ചിട്ട് നിങ്ങളാരും യൂട്യൂബേഴ്സ് അനങ്ങുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആ സമയത്ത് ഒരു വീഡിയോ ആക്കി ഇട്ടിരുന്നെങ്കിൽ അന്നേരവും നിങ്ങൾ പറയത്തില്ലേ ഞാൻ റീച്ചിന് വേണ്ടിയിട്ട് കണ്ടൻറ്റ് ഇല്ലാത്തതിന് ഞാൻ ഉണ്ടാക്കിയതാണെന്ന്. എനിക്കിവിടെ കണ്ടൻറ്റിന് ഒരു ക്ഷാമവും ഇല്ല. ഫാമിലി വ്ളോഗ് ചെയ്യാം, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം, കൺവെൻഷൻ്റേത് ചെയ്യാം. കോലഞ്ചേരിയിലുള്ള ഇപ്പം ഇവിടെ കുമ്പനാട്ട കൺവെൻഷൻ, ഇനി അടുത്തത് മാരാമൺ കൺവെൻഷൻ, അത് കഴിഞ്ഞിട്ട് ചെറുകോൽപ്പുര കൺവെൻഷൻ, പിന്നെ PRDSകാരുടെ പരിപാടി, അമ്പലങ്ങളിലെ ഉത്സവം. ഈ ഏരിയയിലുള്ളതെല്ലാം എനിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അല്ലേ നിങ്ങളെ വെച്ചുകൊണ്ട് എന്ത് റീച്ച് കിട്ടുമെന്ന്? നിങ്ങളുടെ റീച്ചിൻ്റെയൊക്കെ ഞാൻ കണ്ടു. ജാസിയുടേത് വീഡിയോ ഇട്ടില്ലേ, തമ്പനയിൽ കണ്ടപ്പോഴേ മനസ്സിലായി എങ്ങനെയുള്ള ആളാണെന്ന്. ഇത് പിന്നെ ഒരു പാവല്ലേ ചേച്ചിയല്ലേ എന്ന് വിചാരിച്ച് നമ്മളൊന്ന് സഹായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും
കറിവേപ്പില പോലെ. അതുകൊണ്ടാണ് ആരും മൈൻഡ് പോലും ചെയ്യാതിരിക്കുന്നത്. എൻ്റെ അനുവാദമില്ലാതെ ഞാൻ അവനയച്ച വോയിസ് ശരിയാ, ലിസ്തപാലക്കലിന് മാത്രമേ ഞാൻ അയച്ചു തന്നുള്ളൂ. എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാമായിരുന്നു, ഞാൻ അയച്ചു തന്നില്ല. അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നിങ്ങൾ വീഡിയോ ഇട്ടില്ലേ, അതൊക്കെ ആദ്യം ഡിലീറ്റ് ചെയ്ത് കളാം. അങ്ങനെ ഇപ്പം അത് എൻ്റെ ഇത് വെച്ച് നിങ്ങൾ റീച്ച് ഉണ്ടാക്കണ്ട, അതാദ്യം ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് വാർണിങ് എന്നും പറഞ്ഞ് ഇങ്ങനെ ലാസ്റ്റ് വാർണിങ് എന്നും പറഞ്ഞുകൊണ്ട് വാ, വലിയ ഇതും പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നു. ഒരു ലൈവിനകത്ത് വന്നിരുന്ന് മോങ്ങുന്നു. കയ്യിലിരിപ്പ് കൊണ്ടാ, അതേ പറയാൻ പറ്റത്തുള്ളൂ. കയ്യിലിരിപ്പിൻ്റെ മോങ്ങിയതല്ല, അല്ലാതെ വേറൊന്നിൻ്റെ അല്ല. ഇത് ഞാനിങ്ങനെ പറയത്തില്ലായിരുന്നു, പക്ഷെ നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ തനി സ്വരൂപം പുറത്തെടുത്ത് പറയിപ്പിച്ചു. ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് പല പ്രാവശ്യം ആലോചിച്ചത് പറയണോ വേണ്ടായോ എന്ന്. ഞാനൊക്കെ പോയി ഭഗവാനോട് ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ആഗ്രഹിച്ച പോലൊന്നും നടന്നില്ലല്ലോ. കാരണം എന്താ, നിങ്ങളുടെ ഈ ദുഷിച്ച മനസ്സ്. അന്നേരത്തെ എൻ്റെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം എൻ്റെ സ്വന്തം ചേച്ചി എന്നുള്ള സ്ഥാനമായിരുന്നു. ആ സ്ഥാനമാണ് നിങ്ങൾ കളഞ്ഞോ. എനിക്ക് ഹലോ, വൈകുന്നേരമായി. അപ്പം ഞങ്ങൾ ക്യാൻവാസ് കൊണ്ടു കൊടുത്ത് ഫ്രെയിമിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ദേവാജു കൂടെയുണ്ട്, എൻ്റെ കൂടെ ദേവാജു ഉണ്ട്. ക്യാൻവാസ് ഞങ്ങൾ മെഷർമെൻ്റ് എടുത്തിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അത് നല്ല ഷേപ്പിൽ ചേട്ടൻ ആദ്യം ഫസ്റ്റ് കട്ട് ചെയ്തു. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം നോക്കുവാണ് ചേട്ടൻ. അത് നോക്കിക്കഴിഞ്ഞിട്ട് എനിക്ക് തരുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി എനിക്ക് ഫുൾ ചെയ്തിട്ട് വേണം എനിക്ക് കൊണ്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്രെയിമെല്ലാം നമ്മൾ നോക്കി സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പം നമ്മൾ ചെറിയൊരു പർച്ചേസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. മുടിയെല്ലാം ആകെപ്പാടെ കോലം കെട്ടു. പക്ഷേ നമ്മളിപ്പോൾ ഹെബ്രോണിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ലൈറ്റ് ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പം നമ്മൾ തിരിച്ചു വന്നു. പക്ഷേ ലൈറ്റും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. എന്തായാലും വഴി വെച്ച് അച്ഛനെ കണ്ടോ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കടയിൽ വന്നതാണ്. അപ്പം എന്താണ്ട് ഇവിടെ ഒരാൾക്ക് സാധനം വേണമെന്നും പറഞ്ഞുകൊണ്ട് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളെന്ത് ചെയ്യും, നമ്മളും അതുകൊണ്ട് ഇപ്പോഴത്തെ ദിവസമാണ്. അപ്പോൾ നമ്മളിനി ബാക്കി പെയിൻറ്റിങ്സിൻ്റെയും കൂടെ ചെയ്യാണ്. ഫുൾ എല്ലാം അളവെല്ലാം നോക്കി എടുത്തു. ഇനി ഫ്രെയിമിങ്ങിന് നമ്മൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കളർ ചെയ്ത് നാളെ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നാലേ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ക്യാൻവാസ് ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് ക്യാൻവാസ് ബോർഡിൽ ചെയ്യുന്ന ആ ഒരു ഇത് കിട്ടത്തില്ല. മറ്റേന്ന് പറയുമ്പോൾ ജസ്റ്റ് അങ്ങോട്ട് വെച്ചിട്ട് ബോർഡ് വെച്ച് അങ്ങനെ ഇതിപ്പോൾ ഒട്ടിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉറക്കമില്ലാത്ത രാത്രിയാണിന്ന്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് നാളെ കാണാം കൊണ്ടു കൊടുക്കുന്ന വീഡിയോ.